റോക്കറ്റോ? ഓപ്പൺ വിത്ത് എ സ്വീറ്റ് സ്മൈൽ. എന്താ നോക്കിട്ടാ? റോക്കറ്റിലും ട്വിസ്റ്റ്. ഞങ്ങളിങ്ങോട്ട് റോക്കറ്റ് വിട്ടായിരുന്നല്ലോ, എത്തിയായിരുന്നോ? ഓ, അപ്പൊ ഇത് നിങ്ങളുടെ റോക്കറ്റ് ആയിരുന്നല്ലേ? റോക്കറ്റ് മാത്രമല്ലോ, ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇത്രയും കോമ്പറ്റീറ്റീവ് ആയ വേൾഡിൽ എങ്ങനെ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്താം? വാ, വിശദമായിട്ട് പറഞ്ഞുതരാം. ഇരിക്കും. ഗോപിക ഇന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഏതെങ്കിലും റെഡ് കാർസ് റോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നാളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എത്ര റെഡ് കാർസ് റോഡിലുണ്ടെന്ന് കൃത്യമായിട്ട് കൗണ്ട് ചെയ്തുകൊണ്ട് വരണം. കൗണ്ട് ചെയ്താൽ എന്താ ഗുണം അറിയോ? കൗണ്ട് ചെയ്യുന്ന നമ്പർ ഓഫ് കാർസിൽ ഓരോ കാറിനും ഞാൻ 500 രൂപ വെച്ച് തരും. റെഡിയാണോ? അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ഇതിനാണ് റെഡ് കാർ തിയറി എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഗോപിയോട് ചോദിച്ചപ്പോൾ കണ്ടെന്നുള്ള കാര്യത്തിന് വലിയ ഉറപ്പൊന്നുമില്ല. എന്നാൽ ഞാനൊരു 500 രൂപ തരും എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടും കണ്ടെത്തിക്കൊണ്ട് വരും എന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ തന്നെയാണ് ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഓപ്പർച്യൂണിറ്റീസും ലക്കും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്നും നിരന്തരം തിരഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ലൈഫിലെ എല്ലാ ഏരിയസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ നോക്കുന്നതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും.